നമ്മളിതൊന്നും പ്രതീക്ഷയിലല്ലോ തുടങ്ങി. നമ്മളൊരു 5 വർഷമൊക്കെ പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഒരുപാട് ഹാർഡ്ഷിപ്സും കാര്യങ്ങളും എല്ലാത്തിലും കൂടെ അല്ലേ കടന്നുപോയി എല്ലാരും. ഞാൻ എന്താ പറയാനാണ് നമ്മുടെ നമ്മളിങ്ങനെ ഒരു അതുകൊണ്ട് ആദ്യമേ വന്ന് ഞാൻ കുറ്റബോധത്തോടെ അതങ്ങ് പറഞ്ഞാണ്. 10 വർഷം 15 വർഷമൊക്കെ ആഘോഷിക്കാൻ പറ്റണം. കൂടെ നിക്കാൻ കുറെ പേരുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. കോച്ചിനെ ശരത്തായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പറഞ്ഞേ താഴോട്ട്. സിൽദ ഇപ്പൊ ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ ഒരു കാര്യം വന്നപ്പോ എല്ലാരും ഇവിടെ ഉണ്ട്. അതിൽ തന്നെ സത്യം പറഞ്ഞ ഞാനത് കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഞാൻ താഴെ നിന്ന് ഓടിക്കേറി വന്നതാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ആക്കി പറഞ്ഞ് ഓടിക്കേറി വന്നതാണ്. താഴെ ബാബു എന്തോ കോമളത്തിനെ കാണിക്കണേ. എന്തൊക്കെയായിരിക്കും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എക്സലൻസിന്റെ? ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ചന്ദ്ര സംസാരിച്ചോ. അപ്പോ പറയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേറെ എന്താ പറയാനുള്ള അളിയ, എന്താ പറയണ്ടേ? നമ്മളിതൊന്നും പ്രതീക്ഷയിലല്ലോ തുടങ്ങി. നമ്മളൊരു ചെറിയ ഒരു ഗ്രഡ്ജിന്റെ പുറത്തൊരു ഗ്യാങ് തുടങ്ങി. അത് ഇത്രയാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അപമാനത്തിന്റെ പുറത്ത് തുടങ്ങിയ ഗ്യാങ്, അപമാനത്തിന്റെ പുറത്തൊരു ഗ്യാങ് തുടങ്ങിയതാണ്. പിന്നെ എന്താ പറയാ, ഒരു കോവിഡ് ടൈമില് കുറെ പേർക്ക് കുറെ ഹാപ്പിനെസ്, കുറെ നല്ല മെമ്മറീസ് കൊടുക്കാൻ പറ്റി. സ്റ്റിൽ അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ ഉണ്ടാവണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. ഇതൊരു കുറച്ചാളുകൂടി നന്നായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സരക്കെ പറയടാ. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? അങ്ങനെ സത്യം 5 വർഷമൊക്കെ പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. പെട്ടെന്ന് വളരെ ഭയങ്കര ഫാസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ 3 വർഷം, അതേപോലെ പീകൾ പറഞ്ഞ പോലെ 3 വർഷമായപ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് നിൽക്കും വെച്ചാൽ അവിടെ വെച്ചിട്ട് ഒരുപാട് നാളൊന്നും ഇനി RP ഇല്ല, മൊത്തത്തിൽ RP നിർത്തും എന്നുള്ളൊരു നിർത്തേണ്ടി വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് 2 വർഷം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ പോയി. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ 4ാമത്തെ വർഷം 5ാമത്തെ വർഷമൊക്കെ പെട്ടെന്നാണ് പോയത്. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 5 വർഷം ഒരു ചെറിയ സമയം പോലെ പെട്ടെന്ന് കടന്നുപോയി. ലൈക്ക് ടിവിയുടെ ഒരു പാർട്ടായിട്ട് ഒരു നല്ലൊരു ടൈം വരെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ലൈക്ക് എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ ഒരു ലെവലിലോട്ട് എത്തിയതിന്റെ ഒരു വലിയ റീസൺ TV തന്നെയാണ്. കാരണം ഒന്നുമില്ലായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് ഡൗൺ ടൈമിൽ പോയ സമയത്ത് RP എന്ന് പറയുന്നൊരു ഗെയിം വന്നു. അതിൽ നിന്ന് കിട്ടിയ കുറെ ഫ്രണ്ട്ഷിപ്പും അതിൽ നിന്ന് കിട്ടിയ ഒരു കമ്മ്യൂണിറ്റിയും അവിടെ നിന്ന് ബിൽഡായാണ് കുറച്ച് പേരൊക്കെ അറിയാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് TV എന്ന് പറയുന്നൊരു ഗ്യാങ് തന്നെയാണ്. അപ്പം ഒരു എന്തൊക്കെ പറഞ്ഞാലും അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എപ്പോഴും ആ ഒരു TV എന്ന് പറയുന്ന ഒരു ഫീല് എപ്പോഴും കൂടെ തന്നെ കാണും. സോ എന്താണ്, ഇനിയും മുമ്പോട്ട് തന്നെ നല്ല രീതിക്ക് പോട്ടെ. ഇനിയും ഒരു 5 വർഷം കൂടി അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. TV നല്ല രീതിയിൽ എത്തട്ടെ. അത്രേ ഉള്ളൂ. താങ്ക് യു അളിയ, താങ്ക് യു. ഇത്ര വർഷം അത് അണ്ണൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നായിരുന്നു 5 വർഷമൊക്കെ പോയത്. പ്രത്യേകിച്ച് കുറെ സന്തോഷം. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. അതിന് കൂടുതലൊന്നും പറയല്ലേ. മാറ്റി കള്ളി കുറച്ച് മാറ്റേണ്ടതുണ്ട്. കളർ വെട്ടിക്കളഞ്ഞു. സംസാരിക്കേ. ഞാനോ പിന്നെ എന്ത് പറയാനാടാ, 5 കൊല്ലം അല്ലേ? 5 കൊല്ലം ഒരുപാട് ഹാർഡ്ഷിപ്സും കാര്യങ്ങളും എല്ലാത്തിലും കൂടെ അല്ലേ കടന്നുപോയി എല്ലാരും. അപ്പൊ എന്നിട്ടും ഇവിടെ ഇപ്പോഴും സ്റ്റേയിങ് സ്ട്രോങ് അല്ലേ? അതിനൊരു നല്ലൊരു എഫേർട്ട്, ഹാർഡ് വർക്ക് കാര്യങ്ങൾ വേണം. അതിനൊരു നല്ലൊരു ഫൗണ്ടേഷൻ വേണം. അത് ഫൗണ്ടേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, അതെല്ലാം നോക്കി നടത്താൻ കുറെ ആൾക്കാരും വേണം. അതെല്ലാം
ഒത്ത് വന്നത് കൊണ്ടാണ് ടി വി എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഇത്രയും കാലം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അടുത്തൊരു കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഗ്യാങ് എല്ലാവരും എന്നാണോ ഒരു ഫാമിലി പോലെ ആവുന്നത് അന്നായിരിക്കും അത് ഒരുപാട് കാലം മുന്നോട്ട് പോകുക എന്നുള്ളത്. അത് ഓൾറെഡി നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. എന്ത് പറയാനാണ്? ഓക്കെ ഓക്കെ, താങ്ക് യു. കണ്ണാപ്പി പറ, 2 വാക്ക് കണ്ണാപ്പി. ഞാനെന്താ പറയാനാണ് ഇവിടെ നമ്മളിങ്ങനെ ആ ഒരു അല്ല ഞാൻ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ ഉണ്ടെന്ന് അറിയാലോ. ഒരു കാർ വാങ്ങി കാർ വാങ്ങി ഐഫോൺ പിന്നെ അച്ഛന് അറിയാല്ല അതിപ്പോഴും ക്രെഡിറ്റേ ഉള്ളു. പിന്നെ വീട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷമല്ലേ അണ്ണാ. നമ്മള് പിന്നെ പഠിച്ചായിരുന്നു എങ്ങും എത്തത്തില്ലായിരുന്നു, അതിനുള്ള ബുദ്ധിയില്ല. സത്യം പഠിച്ചായിരുന്നു എങ്ങും എത്തത്തില്ലായിരുന്നു. ആ ഒരു തിരിച്ചറിവ് നേരത്തെ കിട്ടാനായിട്ട് കാരണം ടി വി ആണ്. അപ്പൊ ഇതാണോ നീ ഈ പൊതുസമൂഹത്തിന് നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്? ഇത്ര അപരാധ മെസ്സേജാണോ നീ പൊതുസമൂഹത്തിന് കൊടുക്കണത്? അല്ലണ, അത് എല്ലാം നമ്മളൊരു ഫാമിലി എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ അറ്റ്ലാസ്റ്റ് നമ്മളെല്ലാരും ഭയങ്കര സ്നേഹമല്ലേ അണ്ണ, ഭയങ്കര ആ ഒരു ഫാമിലി പോലല്ലേ അണ്ണ പോകുന്നത്. പിന്നെ അത് തന്നെ അത്രേ ഉള്ളു. കിട്ടില്ല ഞാൻ എന്തിനു പറയാ. പ്രായത്തെ മൂത്തൊരാളെ ഞാൻ വിട്ടുപോയി. വില്ലബ്രോ സംസാരിക്കണം 2 വാക്ക്. കേക്കാവോ? ക്ലിയർ ആയിട്ട്. ഈ 5 വർഷത്തില് ഞാന് അതന്നെ പറയാം. ഈ 5 വർഷത്തില് 2 വർഷമായി ഇവിടെ വന്നിട്ട് ഇതുവരെ 2 ദിവസം പോലും RP കളിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം, അല്ലെങ്കിൽ ഇപ്പൊ പറയും. അതുകൊണ്ടാ സത്യം, ഞാൻ അല്ലെങ്കിൽ എനിക്ക് ചാറ്റിനകത്ത് നിറച്ചത് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ആദ്യമേ വന്ന് ഞാൻ കുറ്റബോധത്തോടെ അതങ്ങ് പറഞ്ഞാണ്. പക്ഷേ എന്താണ്, RP കയറിയില്ലേലും എല്ലാവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്റെ ഒരു കമ്പാക്ക് ഉണ്ടാവുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഇത് എപ്പോഴും പറയുന്ന പോലെ അല്ല. ഇല്ലില്ല, ഉറപ്പാണ്. ഈ വട്ടം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ അല്ല കേട്ടോ. ഇപ്പം എല്ലാരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് കാണാൻ നല്ല രസമാണ്. പിന്നെ കുറച്ച് പേര് എന്താണ് ഇതിനകത്തൊന്ന് പോയതിന്റെ നല്ല വിഷമമുണ്ട് എനിക്ക്. അതോടെ ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു തുടങ്ങിയ കാലം തൊട്ട് ഇടയ്ക്ക് അവന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാള് ഒരു ഗ്യാപ്പ് എടുക്കേണ്ട വന്നു എന്നല്ലാതെ അവൻ അങ്ങനെ മാറിയിട്ട് നിന്നിട്ടില്ല. നമ്മുടെ OG മെമ്പറാണ് നമ്മുടെ കീരി. ഫ്രം ദ ഫസ്റ്റ് ഡേ, അതായത് ഗൈ ഗ്യാങ് എന്ന് തുടങ്ങി വന്നു തൊട്ട് അവൻ ഉണ്ടായിരുന്ന TVയിലുള്ള മെമ്പറാ. അപ്പൊ നമുക്ക് കീരി എടുത്തോളൂ. ഗിരി പറ. 5 വർഷമായിട്ട് സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു. അതേപോലെ അടുത്ത വർഷം നമുക്കൊരു 10 വർഷം ആഘോഷിക്കാറുണ്ട്. അടുത്ത വർഷം 10 വർഷം എനിക്ക് ഈകളെ ഒരു 10 വർഷം ആഘോഷിക്കാറുണ്ട്. ഞങ്ങളെ രണ്ടും പരിചയപ്പെട്ടിട്ട് 10 വർഷമാണ് ഗൈസ്. ഞങ്ങള് റാൻഡം ഗെയിമിൽ പരിചയപ്പെട്ടതാ. ഞാൻ TV തുടങ്ങുന്നതിന് 5 വർഷം മുമ്പ് ഞാൻ ഇവനെ ഒരു റാൻഡം ഗെയിമില്, സീജ് എന്ന് പറയുന്ന റാൻഡം ഗെയിമില് ഞാനിങ്ങനെ ഓപ്പോസിറ്റ് പ്ലെയർ ആയിട്ട് വന്ന് എനിക്ക് കിട്ടിയതാണ് ഇവനെ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ 10 വർഷമാണ്. എനിക്ക് 18-19 വയസ്സെന്തോ ഉള്ളപ്പോഴാണ് ഇവനെ പരിചയപ്പെടണേ. അളിയ PUBG ഒന്നും ഇല്ല, നമുക്ക് PC ഗെയിംസ് കളിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് എന്നെ. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാരും ഇങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ 10 വർഷം 15 വർഷമൊക്കെ ആഘോഷിക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലേ? പിള്ളേരെ കേൾപ്പിക്കാം, ദേവുട്ടരെ കേൾപ്പിക്കാം. അതെ. പുതിയ പിള്ളേരെ ഇറങ്ങി വിളിക്ക് അടുത്ത്. സുനിമോനുണ്ട് ഇവിടെ. സിനിമോനുണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ഓണ ക്യാമറ ഓണാക്ക്. എനിക്ക് സുനിമൻ എസ്രി ഗെയിമർ ഡിസ്കോഡില്ലെന്നോ അവന്റെ ട്രിക്കി ഉണ്ടോ അവിടെ? ട്രിക്കി ഉണ്ട്. ജൂഡ് ഓണാക്കി. ഗുലാനുണ്ടായിരുന്നല്ലോ അണ്ണാ, ഗുലാൻ പോയാ? ഹലോ കേക്കൂടെ? ട്രിക്കി നിന്നെയാണ് വിളിച്ചത്. നിന്നെ വിളിച്ചേ സംസാരിക്കണേ. സന്തോഷമുണ്ട്.
കൂടെ നിൽക്കാൻ കുറെ പേരുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പോയ ടൈമിലായാലും തിരിച്ചു വന്നപ്പോ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സാധനമാണ്. അതിന്റെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ, പറയാൻ വാക്കുകളില്ല. ഇത് എഴുതി വെച്ചിട്ട് പറയുന്നേടാ, ഇത് എഴുതിയ പാടാ. എഴുതി വെച്ചിട്ട് പറയുന്നേടാ, ഇത് പറയാൻ വാക്കുകളില്ല അതൊക്കെ. സുനാസൻ എടാ ഇതാരെ കുഞ്ഞാ? ഈ കട എന്തെങ്കിലും പറയാനുണ്ടോ SRK? ഒരു second. അയ്യോ, അത് ഈ പ്രസംഗമായിരിക്കും, വേണ്ട. ഈകളെ മൈൻസ് പറയാൻ പറഞ്ഞത് കുറെ നേരത്തെ അവിടെ മുടിയൊക്കെ തടയിരിപ്പുണ്ട്. എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി. ഇത്തിരി ലേറ്റ് ആയി പോയി. ഓടാൻ വേണ്ടി കളിക്കാൻ പറ്റുള്ളൂ. ഇത്തിരി ലേറ്റ് ആയി പോയി. നീ എന്നെ വിളിച്ച മിസ് കോൾ ഉണ്ട് കേട്ടോ എന്റെ. ബാബു ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി ബ്രോ. ഇത് ക്യാമറയിലാണ് ഇരിക്കുന്നത് എല്ലാരും. മേളില് TV ചാറ്റ് ലിങ്ക് ഇട്ടുണ്ടോ? TV ചാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ബുള്ളറ്റ് ഉണ്ടല്ലോ, ബുള്ളറ്റ് ബുള്ളറ്റ് എന്തെങ്കിലും പറയണ്ട, പറ. ഗ്യാങ്ങില് ഇത്ര കാലം ഒരു പയ്യൻ വന്നിട്ടുണ്ടോ? കുറെ കാലം നിക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതാണ്, ഇത്ര കുറെ പേര് എല്ലാരും ഗെയിമിൽ പരിചയപ്പെട്ടതാണ്. 5 കൊല്ലം മുമ്പാണെങ്കിലും എല്ലാം ഓരോരുത്തരെയും അങ്ങനെ പരിചയപ്പെട്ട ഒരു ഗ്യാങ് തുടങ്ങിയ സമയത്ത് ഇത്ര കാലം നിക്കാൻ പറ്റി. കുറെ കൂട്ടുകെട്ടുകളുണ്ട്. സംസാരിക്കട്ടോ. കുറെ സംസാരിക്കാനുണ്ട്. പിന്നെ ഇവിടെ വാക്കുകൾ ഒതുക്കുന്നു. എല്ലാവർക്കും നന്ദി. പറയാൻ വന്നവനെ വാടപ്പിച്ചടാ ബാബു. ഇത് അവരെ ആലോചിക്കണോ എന്ത് പറയണത്? ഇത് നമ്മുടെ ഒറിജിനൽ തന്നെയാണ്. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണല്ലോ. IGNATIOUSSR. ഇത് അത് തന്നെ, ഇത് തന്നെ ഇഗ്നേഷ്യസ് SR. ഇതാണ് സ്പെല്ലിംഗ് ഇതിന്റെ. നാട്ടില് ഭാവം എന്താ അവിടെ റഷ്യയിൽ എന്ത് പറ്റി മാവാ? അത് അവിടെ നേരെ കിട്ടിയ വണ്ടി കൊണ്ട് നേരെ കൺസിഡർ ചെയ്ത് ഞാൻ കോച്ചിനെ കൂടെ നമ്മുടെ ഏറ്റവും മൂത്താപ്പ കോച്ചിനെ ക്ഷണിക്കുന്നു 2 വാക്ക് സംസാരിക്കാൻ. മൂത്തപ്പനാ ആടാ? മൂത്താപ്പ കോച്ച് പറയൂ. உண்மையாவே ரொம்ப சந்தோஷமாயிட்டு வந்தடா இவிட. லைக் 5 இயர்ஸ்ன்றது തമിഴാളോ അല്ല മലയാളം അവസരം കൊടു. മൈനെ വിളിക്കേണ്ടത് പറഞ്ഞല്ലേ? 5 இயர்ஸ்ன்றது சும்மாலாம் இல்ல. ஈவன் ஒன் ஆர்கனைசேஷன் கூட ஒருமிச்சு இருக்காது. ஓகே, அது 1 year 2 yearsல பிரேக் ஆயிட்டு போயிட்டு எத்தனையோ ஆர்கனைசேஷன் உண்டு. കുത്തി പറയുന്ന പോലെ തോന്നേ, അത് കലിപ്പാവും വെളിയില്. சத்தியமா நான் யாரையோ குத்தி பேசல, நம்ம ஊர்ல பேசல, வெளியூர்ல பேசுறேன்னு வச்சுக்கோ. அப்படி 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 என்ன பரவாயில்ல. பட் ஆனா இத்தனை வருஷம் ஒரு ஃபோக்கஸ், லைக் டிவிஏன்ற ஒரு ஃபோக்கஸ்க்காக எல்லாரும் ஒருமிச்சு நின்னு அப்ஸ் அண்ட் டவுன்ஸ் இருக்கும். பட் ஆனாலும் இன்னி வரைக்கும் ஒன்னா இருக்கிற வரைக்கும் ஐ எம் சோ ஹாப்பி அபவுட் தட். நானும் அதுல ஒரு பார்ட்ல இருக்கேன்னா ரொம்ப ரொம்ப சந்தோஷமான. சோ தேங்க்யூ சோ மச் கைஸ் எல்லாருக்கும். இவிட இன்னும் நிறைய நாள் போகணும்னு ஆண்டவன்ட்ட வேண்டிக்கிறேன். Let's have a wonderful years ahead. Let's go. ബാബു എന്നുള്ളത് മറ്റേ മലങ്കേനാറ കണ്ണാപ്പിയാണ്. കിക്ക് ചെയ്യണം അവനെ. അവനെയാണ് അവനെ കേറിയില്ലേ? ഞാൻ ബാബു ബാബു ഒന്ന് വരുവോ? കോച്ചിനെ ശരത്തായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വരണേ താഴോട്ട്. 2 വാക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാൻ ക്ഷണിച്ചു. സന്തോഷം. 2 വാക്ക് സംസാരിക്കടാ. അല്ലേ ഞാൻ എന്താ പറയണ്ടേ? എന്തേലും പറയടാ. ഒരു പ്രസംഗം. 5 വർഷം ആവുന്നതൊക്കെ പ്രതീക്ഷിച്ചില്ല. ഒരു 3 വർഷം ആയപ്പോ കൂട്ടിക്കെട്ടേണ്ടി വരും. 5 വർഷമായി. ഇനി ഒരു 5 വർഷം കൂടി പോട്ടെ. ഞാൻ
ഇവന്റെ വേറെ മൈക്ക് കൊടുക്കരുത് കേട്ടോ അവര്. വീട്ടിൽ പുതിയ ഇവിടെ മൈൽസ് ഉണ്ടല്ലോ, മൈൽസേ 2 വാക്ക് പറ. ആണോ എന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. പിള്ളേരുടെ F1 ഗെയിമിംഗ് ആണ് എന്താ 10 വർഷമായി 10 വർഷമായ 10 വർഷം സന്തോഷം. സന്തോഷം കൊള്ളയില്ല, ഇതോടെ പോകുന്നു. അഞ്ചു വർഷം കൂടെ ഇനിയും പോട്ടെ. എല്ലാവിധ 5 വർഷം കൂടി മൈലില്ല പോകും. എല്ലാവിധ പുണ്യങ്ങളും നേരുന്നു. മൈലില്ല പോകുന്നു, ഞാൻ പോകുമ്പട്ടെ. എന്താ ഇങ്ങനെയൊക്കെയാണ് മീറ്റിംഗ് എന്ന് പറയണ മൈൽസ്? അതിന്റെയൊക്കെ എന്ത് കാര്യം? കുറച്ചു മുമ്പ് എവിടെ ഒന്ന് വലിയ താളടിച്ചിട്ട് പോയാണ്. എടാ സുനുമനോടെ സുനാസ ഇതിലില്ല, രണ്ടിലും പോയവൻ രണ്ടിലും ഇല്ല, ഡിസ്കോഡിലും ഇല്ല, ഇതില്ല. കറണ്ട് എന്തോ കറണ്ട് ഇല്ല എന്റെ വീട്ടില്. സരക്കണ സംസാരിച്ചോ? എന്ത് കട്ടി വീശകളെ ഇത്? താടിയും കൂടെ അതാണ്. ഫിൽറ്റർ വെച്ചിട്ടുണ്ടോ റൈകളെ നീ? ഇല്ല. ഞാൻ മന്ദാരത്തിന് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പറയാണെങ്കില് ഞാൻ ആർപ്പി പറഞ്ഞപ്പോ ഇവിടെ ഗാങ്ങിലെ പോലെ നേരെ ബെല്ലാരി കളിക്കുന്നതാണ്. അപ്പം എല്ലാവരുമായിട്ടും നേരെ കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടോട്ട് വന്നപ്പം എല്ലാവരുമായിട്ട് ഭയങ്കര ഇതാകാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട്. മൊത്തത്തില് എന്താ പറയാ, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു കേറിയത്. പിന്നെ ബാക്കി നമ്മളെല്ലാരും അടിച്ച് പിരിഞ്ഞ് എന്നിട്ട് അതൊക്കെ ഒരു അഹങ്കാരമായിട്ട് പറയുന്ന കഴിവേറി. പറയാനുള്ള ബാക്കി പറയാനുള്ള മൂടെ പോയി ചെറുപ്പം. ബാക്കി ബാക്കിൽ എസ്ആർക്ക് ഇരിക്കുന്ന സ്തംഭിച്ച് എസ്ആർക്ക് സ്തംഭിച്ച് നോക്കി അപ്പൊ അടുത്ത 52 വാക്ക് സംസാരിക്കണം. അല്ല കൊറേ നാള് പോട്ടെ. സന്തോഷം. ഇങ്ങനെ ഇപ്പൊ എല്ലാരെ കണ്ടത് ഭയങ്കര സന്തോഷം. അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു എല്ലാരെ കണ്ടത്. എങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയുന്നത്? അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയുന്നത്. അത് പറയുന്നില്ല, എനിക്കൊരു കാര്യം അണ്ണനോട് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം വർക്കല് വന്നിട്ട് പറയുന്നില്ല. അത് ഞാൻ അല്ല പറഞ്ഞത്. ഒരു തവണ ഇരിക്കുന്നുണ്ട് മറ്റേ ബ്ലാക്ക് മെയിൽ അവൻ കാരണോട് കള്ളൻ. മറ്റേ ഫേക്ക് അക്കൗണ്ടാണ് കേട്ടോ ബാബുന്റെ അല്ല. ഫുൾ ഫോമാ. ഫുൾ ഫോം ബാബു പായലിന്റെ വീട്ടിലാ 8 ലൈറ്റ് എന്തിനാ വെച്ചിട്ടുണ്ട് ബാബു? ബാബു എന്തിനാണ് അക്സെപ്റ്റ് ചെയ്യണേ? ഇല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ല. ടിവിയുടെ
ബാബുവിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാബു രണ്ടു വാക്ക് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ നന്ദി. ഊമ്പിയ തമാശ കൊണ്ടിട്ട് പടാ. അപ്പോ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ 4 വർഷത്തിൽ നിർത്താൻ നിന്നതായിരുന്നു നമ്മള്. ഇതിപ്പോ 5ാമത്തെ വർഷത്തിലാണ് നിർത്താൻ പോണത്. ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് പറഞ്ഞായിരുന്നു അതിനെ പറ്റി. ഇല്ല ഈ വട്ടം നമ്മൾ ഈ വട്ടം കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് ഡൗൺഫാൾസ്, പിന്നെ കയറ്റം ഇറക്കം, അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ വന്നതിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു, സംഭവ വികാസങ്ങളൊക്കെ നടന്നൊരു വർഷമാണിത്. സ്റ്റിൽ എന്നിട്ടും എല്ലാരും ഇപ്പോഴും ഇവിടെ ഒരുമിച്ചിരിപ്പുണ്ട്. അതാണ് ടി വിയെ. നമ്മളിപ്പോ എന്താ പ്രശ്നം എന്തായാലും എന്ത് വേണോ ആയിക്കോട്ടെ. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ ഒരു കാര്യം വന്നപ്പോ എല്ലാരും ഇവിടെ ഉണ്ട്. അതിൽ തന്നെ സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഞാൻ താഴെ ഓടി കയറി വന്നതാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ആക്കി പറഞ്ഞ് ഓടി കയറി വന്നതാണ്. ഒത്തിരി സന്തോഷം. ശരിക്കും ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി. ഒത്തിരി സന്തോഷം ഈ മൊമെന്റ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. പാട്ടാവാൻ പറ്റിയതിൽ എനിക്ക് അത്ര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അത്ര തന്നെ. ഞാൻ ഒഫീഷ്യലി ഒരുപാട് പറഞ്ഞ ആർക്കും സന്തോഷം ഇല്ലാത്ത അങ്ങനെ പിടിക്കാം. എല്ലാവർക്കും ഒരു ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞേ. കുട്ടിയൊക്കെ ലൈവ് കണ്ടിട്ട് എത്ര നാളായി. ഓ ഇവിടെ വലിയ കൊച്ചാടാ. വലിയ കൊച്ചാ. ഇപ്പൊ എണീറ്റ് ഇത് തന്നെ മതിയല്ലേ സത്യം പറഞ്ഞ. ഈ ഇസക്കുട്ടിയുടെ വളർച്ച തന്നെ മതി. ടി വി എത്ര നാളായതല്ലേ. സത്യം. ഇസക്കുട്ടി ഞാൻ ടി വിയിൽ കയറിയത് നമ്മൾ ശേഷമാണ് എന്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് ഇസക്കുട്ടി ഇത്രയും വലുതായി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി പറയൂലേ. വാസുമാമനുണ്ട്. വാസുമാമൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. അല്ലെ ഒരു കാര്യം ചെയ്യും, പുതിയ VR വാങ്ങിച്ചു തരും. നീ പറ. ഹാപ്പി ആനിവേഴ്സറി പറ. പറഞ്ഞ ഞാൻ ഇറക്കി വിടും. കവറിലെ എല്ലാവർക്കും കുറച്ചായിട്ട് പിച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്നുണ്ട്. കണ്ണാപ്പി ഏകദേശം ഒരു 2500 രൂപ വില വരുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. അത് നിനക്കല്ല. പക്ഷെ അത് നിനക്കല്ല, അത് വേറെ ഒരാൾക്കാ. നിനക്ക് വേണ്ടി തരാം. 4000 രൂപയ്ക്ക് തരാം. ഇവിടെ കിട്ടത്തില്ല. വേറൊരു സാധനം ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇതിനകത്തൊന്ന് ഇത് നോക്കിയേ. ലിൻഡനാണോ അത്? അണ്ണാ അത് വരുന്നത് ഞാൻ അങ്ങോട്ട് വരികയാണ്. എടാ ഈ ഞാൻ ഇത് അറിഞ്ഞില്ലണ്ണ. ഞാൻ ഒറിജിനലാന്ന് വിചാരിച്ചണ്ണ. അണ്ണ ഇത് അവൻ തന്നെ, മറ്റേ ബാലങ്കേന്നാർ 2.0 ഇല്ല, അവൻ തന്നെ കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കുക. ഇല്ല അവൻ കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കണ്ണ. പിന്നെ നമ്മുടെ ഗേലക്സിനെ 2 വാക്ക് സംസാരിക്കും. 5 വർഷത്തിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ 5 വർഷത്തിനെ പറ്റി പറഞ്ഞ അവന് തുടങ്ങുമ്പോ ഒരു ഗ്യാങ്ങിനെ ചതിച്ച് ഫ്രണ്ടിലോട്ട് ഓമ്പിച്ചിട്ട് വന്നെന്ന് പറ. ഇല്ല നല്ല രീതിയിൽ തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ എല്ലാരെയും ഇവിടെ കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ ഗ്യാങ് കയറിയതിനു ശേഷം പറയാനാണെങ്കിൽ ഇത് ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. മനസ്സിലായിട്ടുണ്ട്. 2 മാറ്റം ഒന്ന് പറഞ്ഞടാ. കുറച്ച് കാര്യങ്ങളായിട്ട് ഇതായണ്ട. പിന്നെ പറയാനാണെങ്കിൽ ജീവിതത്തിൽ നമ്മള് കുറെ കാര്യങ്ങൾ പഠിക്കുമല്ലോ. വളരുമ്പോഴല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ. പിന്നെ ടി വി കയറി കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറെ നല്ല 2 കാര്യങ്ങൾ പറ. എവിടെ എന്ത് പറയണം, എങ്ങനെ നിക്കണം, അത് നീ ഇപ്പൊ പറയുന്നതിൽ പോലും അതില്ല. കള്ളം പറയാൻ കുറെ പഠിച്ചവൻ നല്ല രീതിയിൽ പഠിച്ചു കള്ളൻ. അത് ആരാ പറയണ നോക്കി. 50 എവിടാ കാണുന്നില്ലല്ലോ മുഖം.
പിന്നെ സന്തോഷമുണ്ട്, കുറെ സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ. ഓക്കെ ഓക്കെ നന്ദി, നമസ്കാരം. നന്ദി നമസ്കാരം. നന്ദി 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 നന്ദി. പിന്നെ നമ്മുടെ അതിനകത്ത് വില്ലുമോൻ എന്ത് ഇതോണാക്കിയേ? വില്ലുമോൻ പോയി അല്ല അത് വില്ലുമോൻ എന്തിയടാ? വില്ലുവൻ പോയി അമ്മ ഇല്ല ഇതിനകത്ത് പോയി വരാത്തൊരു കിക്ക് കട ഓർക്കില്ലേ? നിന്റെ കട ഓർക്കാറില്ലേ? ഞാൻ രണ്ടുപേർക്ക് സംസാരിക്കാനായി ഹരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി the beast. വലുതായിട്ടൊന്നും പറയല്ലേ, ഞാൻ ഈ ഇടയ്ക്ക് കയറിയിട്ടുള്ളൂ. ഇൻ ഗെയിമിലെ മൈക്ക് മൈക്ക് എനിക്ക് ഇതിനകത്ത് ഓഫ് വലുതായിട്ടൊന്നും പറയല്ലേ, ഈ ഇടയ്ക്ക് കയറിയിട്ടുള്ളൂ. ബാബു ഓഫ് ആയിടും. ആ ഓക്കെ. അല്ലാതെ ഞാൻ മ്യൂട്ടാ, ഒന്നും കേക്കത്തില്ല. വെളിയിൽ മ്യൂട്ടായിരുന്നു. ഹലോ ഹലോ ഹലോ. റെഡി റെഡി റെഡി. ഓക്കെ. എന്താ പറയാ, എന്തുവാ ആരെ നീ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്നു സാർക്ക് പറയണ. എന്തോ പറയണ്ടേ, എന്തെങ്കിലും പറയടാ. വളരെ സന്തോഷം, വളരെ സന്തോഷമുണ്ട്. കാരണം 5 years അല്ല 5 വർഷമായിട്ട് നിങ്ങള് എനിക്ക് ഞാൻ ഓർത്തേ വളരെ സന്തോഷമുണ്ട്. ഇത്രേ ഉള്ളൂ. തലയിട്ട് പോളി. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്തത് കുറുപ്പിനെ വിളിക്കാം. കുറുപ്പെ നോ മാരേജ് എന്തു പറയാ, 5 വർഷമായി. നല്ല നല്ല മിണ്ടല്ലടാ, അവൻ സംസാരിക്കട്ടെ. പിന്നെന്തോ സന്തോഷം എല്ലാരും കണ്ടതിൽ. കമ്പിയായി എടാ പറയടാ വീഡിയോ എന്തേലും. വേറെന്തോ പറയാ, മറ്റേ ഡയലോഗ് നോ മാരേജ്. ഇത് മട പാവോട്. അവൻ ടി വി കയറിയ മുതൽ ആകെ 10 വട്ടം പറഞ്ഞ മാക്സിമം നോ മാരേജ് ആണ്. വേറൊന്നും കേട്ടിട്ട് പോലും ഇല്ല. എടാ സ്ക്രീനിൽ എന്താ എസ്തെറ്റിക് ഇതാണോ? അതെ അതെ. മറ്റേ ആസ്ട്രോണൈറ്റ് അതല്ലേ? എനിക്ക് ബുള്ളറ്റിന് ഓർമ്മ. ലൈക്ക് ആദ്യം ബുള്ളറ്റ് ഇതുപോലെ സംസാരിച്ചോണ്ടിരുന്നത് 2-3 വാക്കുകൾ എണ്ണി പറഞ്ഞു. പിന്നെ അത് മാറി. പിന്നെ നിന്നെ എന്ന് നിന്റെ കൂട്ടിയിട്ട് എന്ന് കിട്ടി മാറി. മാറി. ഡോർക്കി എന്ത് ചെയ്തു? ഡോർക്കി കേറിട്ട് കുറച്ച് മാസമായിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെല്ലാരും പരിചയപ്പെടാൻ പറ്റി, അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കുറെ കാലം മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ. അതെ, ഡീമനെയും കൂടെ ആ ഒരു ഒറ്റ ഇതിലല്ലേ എല്ലാരും അവരെയൊക്കെ തീർക്കവാ. അപ്പൊ എന്താ പറയാ, 5 years TV 5 years ആയപ്പോ ഇപ്പൊ ഇവിടെ ഉണ്ടാവാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. പിന്നെ ഞാൻ RP ഇപ്പൊ 5 വർഷമാവുന്നു, അല്ല 6 വർഷമാവുന്നു. അപ്പം ഇതുവരെ കളിച്ചതെല്ലാം 3 ടോപ്പ് ഗ്യാങ്സിലാണ്. അതിലിപ്പോ ലാസ്റ്റ് TV വന്ന് എത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എത്ര വർഷം ഇപ്പൊ 6 വർഷമാവുന്നു. അടുത്ത മാസം ആകുമ്പോ 19 എന്നെ SRL എടുക്കാൻ 2020 19 തുടങ്ങിയ. എനിക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 19 ആവുന്നു ഡിസംബറിൽ. 13 വയസ്സിൽ കളിക്കാൻ തുടങ്ങി. ഇവൻ സ്ഥിരം വന്നോണ്ടിരിക്കുവണ്ണ. മറ്റേ ബാലകേന്ദ്ര ശരത്തേണ്ണല്ലേ ഇത്? ശരത്തേണ്ണല്ലേ ഇത്? ശരത്തേട്ട മെസ്സേജ് ഡെലിവറബിൾ ആയിട്ട് ശരത്തേട്ട ആവാൻ ചാൻസ് ഇല്ല. ഇത് ഞാൻ ഈ ഫിൽറ്റർ വെച്ചിട്ട് വർക്ക് ആവുന്നില്ലല്ലോ. ശരത്തേട്ടനാണോ? ഹലോ ഇത് ജോക്കിനാ ഫസ്റ്റ് ഡിസ്കോർഡ് ജോയിൻ பண்ணிருப்பாருடா. ഈ ഫിൽറ്റർ ഞാൻ വെച്ചിട്ട് വർക്ക് ആവുന്നില്ലല്ലോ ബ്രോ.
ഏത് ഫിൽറ്ററാ? മീശ വെച്ചിരിക്കുന്ന ഫിൽറ്റർ നിങ്ങളൊക്കെ വെച്ചിരിക്കുമ്പോ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് എനിക്ക് വെച്ചിട്ട് അറിയുന്നില്ല. കണ്ണാടി മാത്രമേ ഉള്ളൂ ഇതില്. ഇത് മാത്രമാണ് കേട്ടോ മീശ അറിയാൻ പറ്റുന്നത്. മാസമാണ് നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടെന്ന് പോലും പറയില്ല. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനം. ഇനി ഞാൻ മോബി വിളിക്കുന്നു. മോബി ഞാനും കാണുന്നത് കേട്ടാ. ഞാനും മോബി എന്ന് കാണുന്നത്. ഈ ഇടയ്ക്കാണ് ടിവിയുടെ പങ്കായത് സത്യം പറഞ്ഞ. എന്നാലും എല്ലാവരുടെ സംസാരിച്ച് കമ്പനിയായി. ലൈക്ക് 1 ഇയറിന്റെ മുകളിൽ പരിചയമുള്ള പോലെയാണ് എല്ലാരും സംസാരിക്കുന്നുണ്ട് അടുത്ത്. ഭയങ്കര കമ്പനിയാണ് എല്ലാരും. നല്ല സന്തോഷമാണ്. ഞാൻ കമ്പനി അല്ലല്ലോ, നീ എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പരിചയം. ശരി നമ്മൾ പക്ഷെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഇനി എനിക്ക് നേരിട്ട് ആരും പരിചയപ്പെട്ടില്ല. നാളെ ആ മുച്ചിരിയെ കൊണ്ടുവന്നിട്ടാ അവനെ ഒറ്റയ്ക്ക് ഫേസ് ക്യാം ഇട്ട് അവനെ കൊണ്ട് ഞാൻ പറയിക്കാതെ അവനെ ആർപ്പിക്കാതെ കേട്ടത്തില്ലേ, ഉറപ്പാ. ഇന്ന് ഇതിനകത്തെന്തുവാ ബാന്? ഞാൻ ആർപ്പി ഇതിനകത്ത് ബാനല്ലോ. അവനെ ഞാൻ നാളെ കയറ്റി വന്നത്. അവൻ ഇന്ന് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞ് പോയി. നാളെ അവനെ ഞാൻ കയറ്റിട്ട് വിടത്തുള്ളൂ. നാളെ അവന് എഴുതിയിരിക്കാം. നാളെ ഹലോ 2 വാക്ക് പറയല്ലോ. എന്താ പറയാ ഒന്നും പറയണ്ട. ഞാൻ 2020 തൊട്ട് തീവ്ര RP കാണാണ്. ഇപ്പൊ കണ്ണാപ്പി RP ആയാലും കണ്ണാപ്പിനെ വിശ്വസനീയമായി തോന്നുന്നില്ല. വള്ളിയാണ് 2020 തൊട്ട്. അവിടെ താഴെ ബാബു എന്തോ കോമളത്തിനെ കാണിക്കണേ. എവിടുന്നുണ്ടല്ലോ തന്തേ പോലെ തോന്നുന്നുണ്ടോടാ? അവരെ സംസാരിക്കാൻ അനുവദിക്കടാ. അപ്പൊ അന്നോട്ട് എല്ലാരൊക്കെ ഇങ്ങനെ പരിചയമുണ്ട്. പരിചയം മീൻസ് എല്ലാരും കയറിയപ്പോ പിന്നെ കുറെ പേരൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളതിലാണോ നേരത്തെ ഉള്ളതിലാണോ മൊത്തത്തിലാണോ? അല്ല ടിവിയിൽ ഏതായാലും ഒരാളെ പേര് പറയണം. മൊത്തത്തില് എനിക്ക് സരക്കണനായിരുന്നു ഇഷ്ടം. എനിക്ക് ജീവിതം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കണ്ണാപ്പിയ. സത്യം പറയാലോ, എന്റെ കണ്ണാപ്പിയ. അത് കഴിഞ്ഞിട്ടേ ഉള്ളു കണ്ണാപ്പി ഇഷ്ടം. കണ്ണാപ്പി അച്ഛനെ ഇഷ്ടം. അങ്ങനെ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറല്ലേ? ബാബു അല്ല കണ്ണാപ്പിയാണ് ഇഷ്ടം എന്ന് ആദ്യം പറഞ്ഞില്ലേ ചന്ദ്ര? ചന്ദ്രൻ നിന്നുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. നീ വർക്കൗട്ട് കൊറേ ആള് ക്യാമറ ഓഫ് ആക്കി ഇരിപ്പുണ്ട് ഇതില്. ജൂഡ്, പിന്നെ വില്ലൻ ബോട്ട്. അത് വില്ലമോനല്ലേ? സിറ്റിയില് കപ്പിളർക്ക് ഇടക്കിരിക്കുക. അതാരാ ഇൻഗെയിമിൽ ഇത്ര ആത്മാർത്ഥ ആർപ്പി ചെയ്യുന്നത്? അതാരായിരുന്നു? 2 വാക്ക് സംസാരിക്കാൻ ജുഗ്രുവിനെ ക്ഷണിച്ചോളുന്നു. വളരെ എന്താ പറയാ, ഞാൻ ഈ ഇടയ്ക്ക് കയറിയതല്ലേ ഉള്ളൂ. വളരെ സന്തോഷം. ഇനി ഒരു 5 വർഷം പോട്ടെന്ന് നീയൊക്കെ അവിടെ 5 വർഷം പോകുന്ന എനിക്ക് ഉറപ്പില്ല. എന്തെങ്കിലും കൂടെ പറ്റത്തില്ലേ? 2 വാക്ക് പറയണ. നന്ദി, നമസ്കാരം. ഇവന്മാർക്കൊക്കെ ആർപ്പിക്കകത്ത് കയറി കഴിഞ്ഞാലേ വാ വരുവുള്ളൂ കേട്ടോ. അതുവരെ ഇതാരും ബീച്ചിലിരിക്കുന്ന ബീച്ച് സൈഡിലിരിക്കുന്ന
ബീച്ചിരിക്കണ മാവൻ. അവൻ എഴുതി വെച്ചേക്കണ മൊബൈൽ നോക്കി വായിക്കണേ. അതല്ല chat നോക്കുക. 4 വർഷം പുറത്തിരുന്ന് ഇതേപോലെ മീറ്റപ്പും ഇതെല്ലാം കാണാൻ പറ്റിയ 5ാമത്തെ വർഷമായപ്പം എല്ലാവരുടെയും കൂടെ നിൽക്കാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് പോട്ടെ, ഇങ്ങനെയൊക്കെ നടക്കട്ടെ, അത്രയൊക്കെ തന്നെ. എടേ, എന്റെ ബാക്ക്ഗ്രൗണ്ട് അതേപോലെ മത്തിയും എടുത്തല്ലേ. അത് ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. കണ്ണൊന്ന് അക്സെപ്റ്റ് ചെയ്തേടാ. സാവേജ് ഒക്കെ ഇത് ഓഫ് ചെയ്തിരിക്കണടാ. അവിടെ ഞാൻ ഫസ്റ്റ് രണ്ടു വാക്ക് സംസാരിക്കാൻ സാവേജിനെ സന്തോഷം കുറച്ച് ആളായേ കേറിയിട്ടുള്ളൂ. പക്ഷെ ക്യാമറ എടുത്ത് ക്യാമറ ഇല്ല, എനിക്ക് സംസാരിക്കുന്ന കേൾക്കത്തില്ല. എടാ അവരാതി. പിന്നെ നിനക്ക് മറ്റേ വെബ്കാമിന്റെ ലിങ്ക് ഞാൻ എന്തിനാ അയച്ചത്? അതെങ്ങനെ ഞാൻ ആദ്യപ്പോളെ ക്യാമറ ഓൺ ആക്കിയിരുന്നു. ആദ്യപ്പോളെ കുറെ നേരം ജിഗുറു ഒക്കെ അത് ചെയ്തല്ലേ ഇരിക്കുന്നല്ലേ ജിഗുറു? കുറച്ചേരെ പരിചയപ്പെടാൻ പറ്റി. അപ്പൊ കുറച്ചേരെ പരിചയപ്പെടാൻ പറ്റി. സന്തോഷം. ഇനി ഇതുപോലെ തന്നെ പോട്ടെ. നമ്മളെ സക്കീറിനെ കൊണ്ട് വലിയ നീണ്ട പ്രസംഗമാണ്. സക്കീറിനെ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിലും സക്കീറിന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞായിരിക്കും. 5 വർഷം എന്ന് പറഞ്ഞാൽ 5 വർഷമായോ? അണ്ണ എന്റെ കാര്യം പറയാനാണെങ്കിൽ എന്റെ തന്നെ കണ്ണൻ നിന്റെ നീ കുത്തി വെച്ചേക്കാണ് ഇങ്ങനെ ഇവിടെന്ന് ചീത്തയായിട്ട്. അപ്പൊ എന്റെ ഒരു എൻറ്റയർ ക്യാരക്ടർ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് തന്നെ ടിവിയിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ഞാനിപ്പോ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ്. അന്ന് ഈ കണ്ണും കൊണ്ടാണ് ഇവിടുന്ന് ഇത് കളയണം. സത്യം പറയാല്ല. ഞാൻ ചിരിച്ചില്ലല്ലോ. നീ പറ കാര്യം ഉള്ളിന്ന് പറ. ഇത്രേ ഉള്ളു. ഇനിയിപ്പോ ഇതുകൂടി കട്ട് ചെയ്ത് കളഞ്ഞാ പിന്നെ പ്രശ്നമാവും. ഇല്ല, നിന്റെ പെർസ്പെക്റ്റീവിനെ പറ്റി പറഞ്ഞോ. കുഴപ്പമില്ല. കണ്ണാപ്പി അടങ്ങിയിട്ടാ എനിക്ക് ചിരി വരുന്ന അണ്ണാ. ഞാൻ ചിരിക്കില്ല. നീ ചിരിച്ചോണ്ട് പറയടാ സക്കീറെ. പോയാണ് എന്റെ എല്ലാം പോയി. ആണ് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈക്ക് ഒരു മൊണ്ണയിൽ നിന്നൊരു അല്ല അത് വേണ്ട. അത് ഫില്ല് ചെയ്യുന്നില്ലേ മനുഷ്യൻ? അതന്നെ ഒരു എമാൻ എന്ന് പറയാനായിട്ടുള്ള രീതിയിൽ വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോ അതിനൊരു വലിയ നന്ദി. എത്രയോടാണ് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതിൽ കൂടുതൽ ഇല്ല. അത് ഇനി അത് നിർത്തിയത് സിനിമയാണിത്. നോർമൽ ക്യാമറ അല്ല, ഒറിജിനൽ ക്യാമറ. സുനിമോനൊന്നും അല്ല, ഇത് വേറെ ആരോ ആണെന്ന് തോന്നുന്നു. സിനിമയല്ല, അല്ലല്ലല്ല സുനിമോനല്ല, വേറെ ആരോ ആണ്. ബൈറ്റ് ഫേസ് ചെയ്യാൻ ഇത് വിട്ട് വന്നതാണ്. ലൈവ് ഇടാം ഈളെ അവർക്ക്. അപ്പൊ എല്ലാവർക്കും ലൈവ് ആണെന്ന് എല്ലാവർക്കും അപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. പോയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബൈ ബൈ കേട്ടോ. ബൈ ബൈ. സ്നൈപ്പ് എന്തിയടാ? സ്നൈപ്പ് ഇവിടുന്ന് പോയ അണ്ണ ഞാനുണ്ടണ്ണ. എനിക്ക് അണ്ണാ അവൻ മറ്റേ വെബ്കാം ഇൻസ്റ്റാൾ വെയിറ്റ്. സന്തോഷമുണ്ട് അണ്ണ. ഇതിനെക്കാട്ടി കൂടുതൽ ആശയം എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാം ആശ് ഇവിടെ ആദർശേ നീ നിന്റെ കാര്യം പറഞ്ഞ ഫുൾ അവന്റെ കാര്യം പറയട്ടെ. അല്ല എനിക്ക് ജിഫ് ഇട്ടിട്ട് പോയിടുവാ.
സൈബേ പറ പറ പറ. അല്ല എല്ലാരും കാണാനൊക്കെ പറ്റി, സന്തോഷമുണ്ട്. വേറെ എന്താ കുഴപ്പമില്ല. വേറെ നമ്മള് ബാക്കി സന്തോഷമൊന്നും ഇല്ല, നമ്മളെല്ലാരും കാണുന്നുണ്ടെല്ലാം. ടിവിയിൽ വന്നതുകൊണ്ട് അതൊക്കെ മാത്രമാണല്ലേ ഇതിനൊക്കെ. അതാ എല്ലാം കൊണ്ട് ബാക്കി സന്തോഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എല്ലാം കോളടിച്ചേക്കാ, കോളടിച്ച് വെച്ചിരിക്കുകയാണ്. കയ്യിൽ ഇച്ചിരി കൊഴുപ്പ് കയറുന്നുണ്ട്. ബാബു പെണ്ണേട്ടി കൊച്ചായി, നമുക്കിനി ഒന്നും പറയാൻ പറ്റത്തില്ല ഈ കാര്യത്തില്. നല്ലതാ ഇതൊക്കെ, നമ്മുടെ പാത മതി. ജാഗ്രതായി 2 വാക്ക് സംസാരിക്കാൻ ആദർശിനെ ക്ഷണിച്ചോളുന്നു. ആദർശ് ഞാൻ പറയാനാ ഇപ്പൊ കേറിയല്ലേ ഉള്ളു. ഈ ഗെയിം 5 കൊല്ലം ഒന്നും ഓടുന്നേ വിചാരിച്ചില്ല. ഓടിയത് വലിയ കാര്യം. വലിയ പുച്ചാട്ടോ. നീ എങ്കിലും 5 കൊല്ലം മുന്നേ ഇവിടെ എന്തായാലും നീ കേറി കിട്ടുമല്ലേ, എന്ത് കേറി അത് പറ. എന്നോടാണോ? എന്താ ചോദിച്ചേ? അതായത് നീ ഇപ്പൊ കേറി ഇവിടെ അപ്പൊ 5 കൊല്ലം നിനക്ക് കണ്ടല്ലോ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്നുള്ളത്. അപ്പൊ നിനക്ക് എന്താണ് ഇത്, ഇവിടുത്തെ എന്ത് കണ്ടിട്ടാണ് നിനക്ക് ഇവിടെ കയറണമെന്ന് ആഗ്രഹം തോന്നി? ഞാൻ സത്യത്തിൽ തുടങ്ങുന്ന ഞാൻ വാലറന്റ് കളിച്ചോണ്ടിരുന്ന ടൈമില് ചുമ്മാ കയറിയതാണ് ഇതിലോട്ട്. അണ്ണാന്റെ ലൈവ് കണ്ടിട്ട് തന്നെയാണ് കേറുന്നത് മോർപ്പില്. പക്ഷെ കളിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. പക്ഷെ ഞാൻ കളിച്ച എല്ലാം ഓപ്പോസിറ്റ് ഗെയിമിൽ വന്നേ ഉള്ളു. ശരി, ഈഗിളിന്റെ ആദ്യത്തെ വണ്ടി ഏതാ മോർപ്പില്? അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്, ചോദ്യങ്ങളൊക്കെ നിർത്തിക്കോണം ഇവിടെ. ജേർണി പറ. ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. 5 കൊല്ലത്തിനിടയ്ക്ക് 3 കൊല്ലം നീ ഇവിടെ ഈഗിളുടെ തന്തയ്ക്ക് വിളിക്കായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഇന്നുണ്ടല്ലോ ഈ ലൈവ് ഇടുന്നതിനപ്പോ എനിക്കൊരു മെയില് വന്ന്. ഞാൻ എടുത്ത് നോക്കിയപ്പോ ഈഗിൾ ഗെയിമിംഗ് ഈസ് ലൈവ് എന്ന് നോക്കിയപ്പോ എന്റെ കിക്കിലെ പേര് ജിറാഫിന്റെ കുടുക്കാന്ന്. അതെ, കുടുക്ക അക്കൗണ്ട് മനസ്സിലായി, ചോദിച്ചു. ബ്രാവോഡ് അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു കിക്കിലെ? നല്ല ചോദ്യം. ബ്രാവോ, അതായത് ഇപ്പം ബ്രാവോ സെർവറിന്റെ ഓണർ ഒക്കെ ആണല്ലോ. എത്ര ദിവസം നമുക്ക് RP കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും? ഡിപ്പെൻസ് ഓൺ ദ പ്ലെയർ. അതായത് കളിക്കുന്ന ആളുടെ തീരുമാനമാണ് RP കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുപോകണോ എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് പുതിയ സാധനങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പം കേരളത്തിന് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സെർവറായി മാറിക്കൊണ്ടല്ല, ബെസ്റ്റ് സെർവറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ എന്താ പറയാ, പുതിയ കുറെ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവർക്കും പ്രൈസിനെടുത്താലും. ഇപ്പൊ ബ്രാവോന്റെ ഇതില് എന്തൊക്കെയായിരിക്കും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്? എക്സലൻസിന്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് അതായത് PP വൈസ് ആണോ RP വൈസ് ആണോ? ബോത്ത്. PP വൈസിൽ നമ്മള് ഇപ്പം പുതിയത്, അതായത് നമ്മളായിട്ട് തന്നെ ബിൽഡ് ചെയ്ത ഒരു ഡ്രഗ് ഈസ്റ്റ്, അതായത് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രഗ് ഈസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് അതിന്റെ ബിൽഡ്. രണ്ടാമത് ടർഫ് ക്യാപ്ചറിങ് ഇതെല്ലാം റീസ്റ്റാർട്ട് ആകുന്നുണ്ട്. PP വൈസ് ഗ്യാങ്ങിന്റെ അസറ്റ്സുകളെല്ലാം ഇന്നലെ കൊണ്ട് കയറിയിട്ടുണ്ട്. എല്ലാ ഗ്യാങ്ങിനും കോമൺ ലിവറി ഡ്രസ് എല്ലാം കയറിയിട്ടുണ്ട്. സോ ഗ്യാങ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗ്രൈൻഡബിൾസ് എല്ലാം ഓൾറെഡി സിറ്റിക്കകത്തുണ്ട്, ബ്ലാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഗ്യാങ് ആക്ടിവിറ്റീസ് എല്ലാം ഓൾറെഡി PP സൈഡ് എല്ലാം ക്ലിയർ ആണ്. RP വൈസ് ഫ്യൂച്ചർ അപ്ഡേറ്റ് വീടിന് ജപ്തി ചെയ്ത് ബ്രാവോടെ എന്റെ ഒരു സജഷനും കൂടെ ഉണ്ട്. അപ്പൊ ഒരുപാട് നമ്മളിങ്ങനെ ഒരു കുറെ പ്ലേയേഴ്സ് ഒക്കെ ചിലപ്പോ ഒരുപാട് നന്നായിട്ട് കളിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വെക്കണം കേട്ടോ. ചിലപ്പോ ഗെയിമിൽ ഒരു 10 കോടി രൂപയോ ഒരു വീടും 4 കാറും കൊടുക്കുന്ന നമ്മുടെ ആക്റ്റീവ് വരുമ്പോ. അതെ, ഇല്ല കംബാക്ക് പ്ലേയേഴ്സിന് 100 കോടി കിട്ടും. ആണോ? അതേ സെർവറിലായിരിക്കും അത് ഇപ്പോഴത്തെ. അല്ല, പക്ഷെ സിറ്റി കയറണം. അതെ, അത് കയറാം. അങ്ങനെ സിറ്റി കയറിയിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ സിറ്റിക്കകത്ത് കയറുക, ക്യാരക്ടറെല്ലാം ക്രിയേറ്റ് സെറ്റ് ആക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് റിപ്പോർട്ടിൽ /help എന്നടിക്കുക. മനസ്സിലായി? ഹെൽപ്പ് എന്നടിക്കുമ്പോൾ റിപ്പോർട്ട് പേജ് ഓപ്പൺ ആയി വരും. അതിന്റെ അകത്ത് പറയുക ഞാനൊരു കംബാക്ക് പ്ലെയർ ആണ്. ഇതില് കംബാക്കിന്റെ ഈ പൈസ കൂടുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്പർ ഓഫ് ഡേയ്സ്, എത്രത്തോളം കാലം കളിച്ചിട്ടില്ല, സിറ്റി കയറിയിട്ടില്ല എന്നൊക്കെ നോക്കി.
അത് കുഴപ്പമില്ല, അത് പുതിയല്ലേ, പഴയ സിറ്റി RP കമ്പാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഒരു മാസത്തേക്ക് നമ്മൾ 10 കോടി രൂപ വരെ കൊടുക്കുന്നത്. മിനിമം ഒരു 10 മാസമെങ്കിലും കളിക്കാതിരിക്കണം ഒരു 100 കോടി കിട്ടണമെങ്കിൽ. ഞാൻ ഒരു 100 കോടി ഒപ്പിക്കാനുള്ള സ്കോപ്പ് ഒപ്പിക്കാം. കുറച്ചുകൂടെ കൂടെ ഗ്യാപ്പ് എടുത്താൽ എനിക്ക് വലിയ കേറണ്ടെന്ന് പറയോ? ഏറ്റവും വലിയ റിച്ച് ആകുമ്പോ ഒന്ന് വില്ലത്തിയാട്ടോ ഇതില്. പക്ഷേ 12 മാസത്തേക്ക് ഈ സ്കീം കൊടുക്കത്തില്ല. 12 മാസം മൊത്തത്തിൽ കിട്ടത്തില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് നീ സിറ്റിയിൽ വരണമെന്നാണ് പുള്ളി പറഞ്ഞത്. 50 മെമ്പർഷിപ്പോ? അയ്യോ, നാളെ അങ്ങോട്ട് ഇറങ്ങാം. എന്നാ ഇത് വിട്ടോ? ഇന്നേ അല്ലെങ്കിൽ 50 വർഷം എന്ന് പറയുമ്പോ എത്ര രൂപയായിരിക്കും? 50 × 650 രൂപ പോട്ടെ. ഞാൻ ഇറങ്ങി. ബ്രോ 5 ഇയർ ആനിവേഴ്സറി മീറ്റപ്പ് എവിടെ ചേർത്താം? കഴിഞ്ഞ പരിപാടി 50,000 രൂപ കൊണ്ട് ഇറങ്ങിട്ടെ ആധാരം വെച്ചിട്ടാ തിരിച്ചു അറിയാലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഇയറില് എന്തെങ്കിലും ഒരു IRL പരിപാടി നടത്തണം എന്നായിരുന്നു ശരിക്കും. സത്യം. അത് ഓണപ്പരിപാടി അതിന്റെ ഇടയ്ക്ക് വന്നോണ്ട് അളിയാ, അല്ലെങ്കിൽ നമുക്ക് നടത്തായിരുന്നത്. ഓണം നമ്മൾ നടത്തിയോണ്ടാ. നമുക്ക് ഇനി സമയമുണ്ട്. നടത്താം.